കുട്ടികളിൽ കണ്ടുവരുന്ന ശ്രദ്ധക്കുറവ്, അവർക്ക് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അടങ്ങിയിരിക്കാനായിട്ട് കഴിയാതെ ഹൈപ്പർ ആക്റ്റീവായിട്ട് മാറുന്നു, എടുത്തുചാട്ടം, ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ ADHD ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിനെ ട്രെയിൻ ചെയ്ത് ബെറ്റർ ആക്കാനും ഒരുപാട് ശ്രമങ്ങൾ ഇപ്പോൾ പേരൻസിൻ്റെ ഭാഗത്തുനിന്ന് വരാറുണ്ട്. ഈ ADHD തന്നെ മുതിർന്ന ആൾക്കാരിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഫഹദ് ഫാസിനെ പോലുള്ള സിനിമാ നടന്മാരൊക്കെ അവർക്ക് അങ്ങനെ ഉള്ളതിനെ പറ്റിയൊക്കെ പറയുകയും നമ്മളത് കേൾക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ഇങ്ങനെ അഡൽട്ട് ADHD ഉണ്ടാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇവരിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ചെറിയ പ്രായം തൊട്ടേ ഈ സിംറ്റംസ് അവരിലുണ്ടാവും. പല ആൾക്കാരിലും വലുതാകുന്നതിനനുസരിച്ച് അവർക്ക് ചിലപ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റി കുറഞ്ഞിട്ട് ഈ അറ്റൻഷൻ പ്രോബ്ലം, ശ്രദ്ധക്കുറവ് മാത്രമായിരിക്കും ചിലപ്പോൾ ഉള്ളത്. ചില ആൾക്കാരിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഹൈപ്പർ ആക്ടിവിറ്റിയും ഇമ്പൾസിവിറ്റിയും ഒക്കെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. എങ്ങനെ ഇതിൻ്റെ സിംറ്റംസ് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചാൽ, ഇവർ തന്നെ ഒരു സെൽഫ് റേറ്റിംഗ് സ്കെയിൽ നമുക്ക് അവർക്ക് കൊടുക്കാം. അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ചിലപ്പോൾ ജോലി സ്ഥലത്ത് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാര്യം എനിക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്നതായിരിക്കാം, പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഒരു ജോലി ചെയ്തു തുടങ്ങി അത് ഫിനിഷ് ചെയ്യാൻ പറ്റാതെ പാതി വഴിക്ക് വെച്ച് നിന്ന് പോകുന്ന അവസ്ഥ. എന്നോടൊരാൾ സംസാരിക്കുമ്പോൾ എനിക്കതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാതെ വരുന്നു. ഒരു അപ്പോയിൻമെൻറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി മറന്നു പോകുന്ന ഒരു അവസ്ഥ. അങ്ങനെ ചെറിയ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വന്നാലും അതിലേക്ക് അങ്ങ് ശ്രദ്ധ പോവും. ചിലപ്പോൾ അടങ്ങിയൊന്നും ഇരിക്കാൻ പറ്റില്ല, എപ്പോഴും ഓവർ ആക്റ്റീവായിട്ട് ഹൈപ്പർ ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ഒരവസ്ഥ. ഒരുപാട് സംസാരിച്ച് പോവുക, ഒരാൾ സംസാരിക്കുമ്പോൾ അത് കേൾക്കാൻ ക്ഷമയില്ലാതെ വരിക, ഇടയ്ക്ക് കയറി സംസാരിക്കുക പോലുള്ള പ്രശ്നങ്ങൾ, ആലോചിക്കാതെ എടുത്തിയാടി പ്രവർത്തിക്കുക. ഇതൊക്കെ പലപ്പോഴും ഫാമിലി ലൈഫിലും വലിയ പ്രശ്നങ്ങളായിട്ട് നമ്മുടെ മുന്നിൽ വരാറുണ്ട്. അവരുടെ പാർട്ട്ണർ പറയുന്നത് ലിസൺ ചെയ്യാനായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി നഷ്ടപ്പെട്ടു പോവുക, ശ്രദ്ധ പെട്ടെന്ന് വിട്ടുപോവുക. ചിലപ്പോൾ എന്തെങ്കിലും ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും, ഒരുപാട് വിഷമത്തോടെ ആയിരിക്കും ചിലപ്പോൾ പാർട്ട്ണർ സംസാരിക്കുന്നത്, പക്ഷേ അത് ലിസൺ ചെയ്യാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ പണത്തിൻ്റെ കാര്യമൊക്കെ തന്നെ, പൈസയൊക്കെ ഒരു ഫ്രണ്ട് ചോദിക്കുന്നതെന്ന് വിചാരിക്കുക, അത് തിരിച്ച് കിട്ടുമോ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പ്രശ്നങ്ങൾ എന്നുള്ളതൊന്നും ആലോചിക്കാതെ എടുത്തു ചാടി ചിലപ്പോൾ ഈ പൈസയൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ എടുത്തു ചാടി പൈസ ചിലവാക്കി കളയുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഫാമിലിയിൽ വലിയ ഫിനാൻഷ്യൽ പ്രോബ്ലത്തിലേക്ക് ചിലപ്പോൾ നയിക്കുന്ന അവസ്ഥ. അല്ലെങ്കിൽ വീട്ടിലൊരു ഉത്തരവാദിത്തം ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞ് ഏറ്റെടുത്തതിന് ശേഷം അത് മറന്നു പോകുന്ന ഒരവസ്ഥ. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഇതൊരു വലിയ കോൺഫ്ലിക്റ്റ് ആയിട്ട് ഫാമിലിയിൽ മാറാറുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യങ്ങളൊക്കെയാണ്, വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ വലിയ പ്രശ്നങ്ങളായിട്ട് മാറാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ADHD എന്ന് പറയുന്ന അവസ്ഥ, ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടായിരിക്കും, അതായിരിക്കും ചിലപ്പോൾ നമുക്കും കിട്ടുന്നത്. അപ്പോൾ ഇതിന് സെൽഫ് അവെയർ ആകുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നമുക്കിതുണ്ടെന്ന് മനസ്സിലാക്കിയാൽ ഇത് മാറ്റാനായിട്ടുള്ള സ്റ്റെപ്സ് നമ്മൾ എടുക്കണം. നമ്മളിതില്ല എന്ന് പറഞ്ഞിട്ട് ഇത് അക്സെപ്റ്റ് ചെയ്യാതെ പോകുമ്പോഴേക്കും അത് മാറ്റങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറഞ്ഞു പോകുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ചില എക്സസൈസ് നമുക്ക് ചെയ്ത് നോക്കാം. ഉദാഹരണത്തിന് 100-ൽ നിന്ന് പുറകോട്ട് എണ്ണുക. നമ്മൾ വളരെ സിമ്പിളാണെന്ന് വിചാരിക്കും, പക്ഷേ ശ്രദ്ധക്കുറവുള്ള ഒരാൾക്ക് ഇത് ചിലപ്പോൾ വലിയൊരു ഡിഫിക്കൽട്ട് ടാസ്ക് ആയിരിക്കും. കാരണം ചിലപ്പോൾ 100-ൽ നിന്ന് പുറകോട്ട് എണ്ണി ഒരു 70-ഓ 50-ഓ ഒക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ പെട്ടെന്ന് ബോറടിച്ചു പോകും. അതിനുശേഷം ബാക്കി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വേറെ എന്തോ ചിന്തകളിലേക്കോ ഒക്കെ ശ്രദ്ധ മാറിയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്ന അവസ്ഥ വരാം. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാം. റിവേഴ്സ് കൗണ്ടിങ് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന് 1 മുതൽ 20 വരെ മനസ്സിൽ നമ്മൾ കൗണ്ട് ചെയ്യുന്നു. 1 എന്ന് പറയുമ്പോൾ ശ്വാസം അകത്തേക്ക് എടുക്കുന്നു, 2 എന്ന് പറയുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുന്നു. അങ്ങനെ നമ്മൾ 20 വരെ എണ്ണിക്കൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ കോൺസെൻട്രേഷൻ പ്രോബ്ലം നമുക്കുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 5, 6 അല്ലെങ്കിൽ 10 വരെയൊക്കെ എത്തിക്കഴിയുമ്പോഴേക്കും നമ്മുടെ ശ്രദ്ധയെല്ലാം പോവും. പിന്നെ കൗണ്ടിങ്ങിൽ നിന്നൊക്കെ ശ്രദ്ധ മാറിയിട്ട് വേറെ എന്തോ ചിന്തകളിലേക്കായിരിക്കും പിന്നെ പോവുക. അപ്പോൾ ഇങ്ങനെയുള്ള സിമ്പിൾ എക്സസൈസസ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുന്ന പോലെ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും കാണുന്ന 5 കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് നോക്കി പറയുക. എന്തൊക്കെ സാധനങ്ങൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളിൽ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന പോലെ നമ്മുടെ അടുത്ത് എന്തൊക്കെ സാധനങ്ങൾ ഇരിപ്പുണ്ട് അത് നോക്കുക, അതിനെപ്പറ്റി ഡിസ്ക്രൈബ് ചെയ്യുക. അല്ലെങ്കിൽ എന്തൊക്കെ സൗണ്ട്സ് ഇപ്പോൾ എനിക്കിവിടെ കേൾക്കാൻ പറ്റുന്നുണ്ട്, ആ സൗണ്ടുകളിലേക്ക് ശ്രദ്ധിക്കുക. വളരെ സിമ്പിളെന്നും കുട്ടികൾ ചെയ്യുന്ന ആക്ടിവിറ്റീസെന്നും നമ്മൾ വിചാരിക്കുമെങ്കിലും ഇത് തന്നെ ചെയ്തെടുക്കുക ശ്രദ്ധയില്ലാത്ത ഒരാൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള എക്സസൈസുകൾ ചെയ്യുക. ഒരു ട്രെയിനിങ്ങിന്, അറ്റൻഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ട്രെയിനിങ്ങിന് പങ്കെടുക്കുക എന്നൊക്കെയുള്ളത് ഈ ശ്രദ്ധക്കുറവ് മാറ്റാനും പല ഫാമിലി പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാനും, അതുപോലെ തന്നെ ജോലിയിൽ നല്ല ബുദ്ധിയും കഴിവുള്ള ആളായിരിക്കും, പക്ഷേ ശ്രദ്ധക്കുറവ് കൊണ്ട് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോവുകയും ജോലിയിലെ പ്രശ്നങ്ങൾ വരുന്ന അവസ്ഥ. അപ്പോൾ അഡൽട്ട് ADHD പറ്റി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ട്രെയിനിങ്ങിലൂടെ ബെറ്റർ ആക്കാനും നമുക്ക് ശ്രമിക്കാം.